പടന്നക്കാട് നെഹ്റു കോളേജ് സാഹിത്യവേദിയുടെ 9ാമത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സമാപിച്ചു. ഷോർട്ട് ഫിലിംസ് എന്ന പേരിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ മേള സിനിമാ സംവിധായകൻ ഷെറി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സാഹിത്യവേദി സംഘടിപ്പിച്ചു വരുന്ന ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഫെസ്റ്റിവൽ ഷോർട്ട് ഫിലിംസ് 9ാം എഡിഷനും പിന്നിട്ടു. ഇത്തവണയും ഒരുപിടി നല്ല സിനിമകളാണ് ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുത്തത്. ചലച്ചിത്ര സംവിധായകൻ ഷെറി ഗോവിന്ദൻ മേള ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര മേളകൾ എല്ലായിടത്തും നടക്കാറുണ്ട്. പക്ഷേ ഈ രീതിയിൽ സിനിമയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും പുതിയ തലമുറ സിനിമ പഠിക്കുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയാം. ഒരു പക്ഷേ സിനിമ നമ്മുടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിലും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സിനിമ സാങ്കേതികമായി പഠിക്കുന്ന അക്കാഡമിക്കായിട്ട് സിനിമ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ സിനിമയിലുണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ ചിന്തകൾ എന്താണ്, അവരുടെ ശ്രമങ്ങൾ എന്താണെന്ന് കണ്ടെത്താനുള്ള ഒരു മേളയായിട്ടാണ് എനിക്ക് തോന്നിയത്. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മഹേഷ് മധു സംവിധാനം ചെയ്ത മൊളഞ്ഞിയായിരുന്നു ഉദ്ഘാടന ചിത്രം. എഴുത്തുകാരിയും അഭിനേത്രിയുമായ CP ശുഭ അതിഥിയായി പങ്കെടുത്തു. സിനിമ ഒന്ന് തിയേറ്ററിൽ എത്തി കഴിയുമ്പോൾ കണ്ടിട്ട് വളരെ നിസ്സാരമായിട്ട് പോരാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. വളരെ അടുത്താണ് ഇതിന്റെ ത്യാഗം എന്താണെന്ന് മനസ്സിലായത്. ചെറുതോ വലുതോ എന്നുള്ളതല്ല, അതിനകത്തെ വലിയൊരു ത്യാഗം നമുക്ക് മനസ്സിലായത്. ഈ പറയുന്ന പോലെ നമ്മുടെ മൃദുലിന്റെ ഒരു കഥയുണ്ട്, AD എന്ന് പറയുന്ന കഥ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കത് തിരിഞ്ഞ് ഒരു ലേശം പോലും സമയം നമുക്കില്ല എന്ന് പിന്നെ നായകൻ കയറി വന്നൊരു കഥാപാത്രത്തിനോട് പറയുന്നുണ്ട് AD എന്ന് പറഞ്ഞ കഥയിൽ. ഫെസ്റ്റിവൽ ഡയറക്ടർ VM മൃദുൽ മോഡറേറ്ററായി. സാഹിത്യവേദി പ്രസിഡന്റ് ഡോക്ടർ ഷീജ KP, സെക്രട്ടറി ഗോപിക P, അധ്യാപകൻ ശരത് A, അഞ്ജലി ശ്രീനിവാസ് എന്നിവർ നേതൃത്വം നൽകി. ചലച്ചിത്ര പ്രവർത്തകൻ GV വത്സൻ, എഴുത്തുകാരൻ മണികണ്ഠദാസ്, കവി ദിവാകരൻ വിഷ്ണുമംഗലം, ഷോർട്ട് ഫിലിം സംവിധായകൻ ചന്ദ്രു വള്ളരിക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. അമൽ അലീസ്, ജിതിൻ നാരായണൻ, ബിനോയ് രവീന്ദ്രൻ തുടങ്ങിയവരും സംബന്ധിച്ചു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം GB വത്സൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ IFFKയിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പുഷ്പരാജൻ അതിഥിയായെത്തി. KR നാരായണൻ, സത്യജിത് റേ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഏറ്റവും പുതിയ ഹ്രസ്വചിത്രങ്ങളും മേളയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അമൽ അലി സംവിധാനം ചെയ്ത ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഐശ്വര്യ തങ്കച്ചന്റെ കൈമിറ, നിബിൻ നാരായണന്റെ ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക്, അൻസു റേച്ചലനിയന്റെ തന്റേടം, അനന്തുവിന്റെ അന്ന, ശ്രുതിൽ മാത്യുവിന്റെ ഭ്രമണം, ജിനൻ നാരായണന്റെ 30, അഭിലാഷ് വിജയന്റെ പോര് തുടങ്ങിയവ ഷോർട്ട് ഫിലിംസ് പ്രത്യേകം തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ്. രാജേഷ് നന്ദിയങ്കോടിന്റെ ജയശ്രീ ഷോർട്ട് ഫിലിം സ്പെഷ്യൽ ചിത്രമായും ചന്ദ്രു വള്ളരിക്കുണ്ട് സംവിധാനം ചെയ്ത ഫുഡ് ബെയർ വില്ലേജ് ഫോക്കസ് വിഭാഗത്തിലും പ്രദർശിപ്പിച്ചു. കൂടാതെ ബിനോയ് രവീന്ദ്രൻ സംവിധാനം ചെയ്ത ഗ്രേസ് വില്ല ചിത്രത്തിന്റെ പ്രദർശനവും സംവിധായകനുമായുള്ള അഭിമുഖവും നടന്നു. ദി ഗ്രാസ് ഹോപ്പർ, സ്ലീപ്പിംഗ് ഹിയർ, ഡൂഡിൽ ബഗ്, ആൻ ഒക്കറൻസ് സെറ്റ്, ഓൾഡ് ക്രീക്ക് ബ്രിഡ്ജ്, കളർ ഓഫ് കോളിവുഡ്, ദി എംപ്ലോയ്മെന്റ്, എപ്പിലോഗ് തുടങ്ങി 20ഓളം ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു. അതിഥികളും അണിയറ പ്രവർത്തകരും മറ്റ് ചലച്ചിത്ര പ്രവർത്തകരും ചലച്ചിത്ര വിദ്യാർത്ഥികളും ഷോർട്ട് ഫിലിംസിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.